കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ മരണത്തിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചില്ല. ഇതിനെ തുടർന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് നാളത്തേക്ക് മാറ്റുകയായിരുന്നു. നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നന്ദഗോപാൽ, ഈ ജാമ്യാപേക്ഷ മാറ്റിവെക്കാനുള്ള കാരണം എന്താണ്? പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നാളേക്ക് ഈ ജാമ്യാപേക്ഷ നീട്ടിയിട്ടുള്ളത് എന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിലായിരുന്നു ഇത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരുന്നത്. ഇന്നലെ ഷിംജിതയെ പോലീസ് കുന്നമംഗലം കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരുന്നു. വൈകിട്ട് 5 മണിയായിരുന്നു കസ്റ്റഡി കാലാവധി ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഷിംജിതയെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും റിമാൻഡ് കാലാവധി അവസാനിച്ചിട്ടും ജാമ്യം ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും റിമാൻഡിലേക്ക് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാളെയായിരിക്കും ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതിനിടെ ദീപകിന്റെ കുടുംബം വീണ്ടും പരാതിയുമായി രംഗത്തെത്തി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ദീപകിന്റെ അമ്മ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ഷിംജിതയ്ക്കെതിരെ നേരത്തെ ഒരു സഹയാത്രിക കൂടെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സഹയാത്രികയുടെ മൊഴി കൂടെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ സഹയാത്രിക പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു. പോലീസ് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മൊഴി രേഖപ്പെടുത്തിയാൽ അത് തങ്ങളുടെ കേസിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ദീപകിന്റെ കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട